ഗർഭിണിയായിട്ടുള്ള സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ ആ ഒരു പാപം. ഞാനൊന്നും ചെയ്തിട്ടില്ല, കള്ളക്കേസാണെന്ന് പറഞ്ഞ വ്യക്തി. അവസാനം ഗതികെട്ട് അമ്മ ഒരു തീരുമാനത്തിലെത്തി, ഈ മകനെ എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഹലോ ഹായ് SVD ടോക്സിലേക്ക് സ്വാഗതം. ഒരുപാട് ഉമ്മമാരുണ്ട്, അല്ലെങ്കിൽ അമ്മമാരുണ്ട്, സ്വന്തം മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീസെന്റ് അഫാന്റെ ഉമ്മ അത്രയും വലിയ കൊടും ക്രൂരത ചെയ്തിട്ടും അവന്റെ ഉമ്മ ഇപ്പൊ ചോദിക്കുന്നത് അവനെ ജയിലിൽ നിന്ന് ഇറക്കി തരുമോ എന്നാണ്. അതുപോലെ തന്നെയാണ് വേറൊരു ഉമ്മ, സ്വന്തം ഭാര്യയെ മകൻ വെട്ടിക്കൊന്നു. അതിനുശേഷവും ഈ ഉമ്മ പറയുന്നത് അവനെ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടല്ലേ അവൻ ഈ കൃത്യം ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ്. അതായത് മകനെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അധിക ഉമ്മമാരും അമ്മമാരും അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യാം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുകയാണ് ഒരു അമ്മ, കോഴിക്കോടുള്ള ഒരു അമ്മയാണ്. അതിനു മുമ്പായി ഈ മകനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ മകൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം. കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ്. മുമ്പ് 3 തവണ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ച് പ്രതികരണമെടുത്തു. MDMA അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്നു സമ്മതിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. എനിക്ക് പറയാനുള്ള സാറേ, ഞാൻ 297 ജയിലിൽ കിടന്ന് 97 ദിവസം 9.5 മാസം. അറസ്റ്റിന് വഴങ്ങിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞ്, ഇള കുഞ്ഞാണ്, ഒരു കുറ്റവും തെറ്റവും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് അവൻ പറയുന്നത്. കേസുകളൊക്കെ കള്ളക്കേസാണെന്ന്. എന്നാൽ അവന്റെ അമ്മ പറയുന്നത് കേട്ടു നോക്കാം. പോക്സോ കേസിലൊക്കെ പെട്ടിട്ട് ജയിലിലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നതാണ്. ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോയതിന് ശേഷം അവൻ നാട്ടിലില്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ ഡിസംബറിലാണ് അവൻ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് വരരുത് എന്ന് അവന് ബെയിൽ ഓർഡറിലുണ്ട്. പക്ഷേ അവൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കേസുകളൊക്കെ വാറണ്ടാണ്, അപ്പം നിങ്ങൾ പറയരുത് പോലീസ് വിളിച്ചാലെന്ന്. പക്ഷേ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മോനാണല്ലേ എന്നുള്ളൊരു ഇതിലും ഞാൻ പറഞ്ഞില്ല പോലീസുകാരോട്. ഈ അമ്മ ചെയ്ത ഏതാനും ചില തെറ്റുകളുണ്ട്. അതിൽ ഒരു തെറ്റാണ് ഇത്. ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട് അവനോട് നാട്ടിലോ വീട്ടിലോ കയറാൻ പാടില്ല എന്ന്. എന്നിട്ടും അവനെ സ്വന്തം മകനല്ലേ എന്നൊരു കൺസേൺ എടുത്തിട്ടാണ് വീട്ടിൽ കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അമ്മയ്ക്ക് അവരുടെ മകനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അവൻ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം. കേട്ടു നോക്കാം. കൂരാച്ചുണ്ട് അവൻ്റെ ഭാര്യ വീട്ടിലൊരു ഭവനഭേദം കേസുണ്ട്, കൂരാച്ചുണ്ട് സ്റ്റേഷനിലാണത്. പിന്നെ എലത്തൂർ സ്റ്റേഷനിൽ തന്നെ ഒരു അടിപിടി കേസുണ്ട്, അത് മർഡർ അറ്റംപ്റ്റ് എന്നുള്ളതിലാണ്. പിന്നെ ഒരു ഇടുക്കിയിലൊരു വണ്ടി കേസ് ഉണ്ടെന്ന് ഇന്ന് ഞങ്ങൾ അറിഞ്ഞ്. പിന്നെ ഓനോട് പറഞ്ഞ 6 കേസുണ്ട് അവൻ്റെ പേരിൽ നിന്ന്. പിന്നെ ബാക്കിയുള്ള ഏതൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. പോക്സോ കേസുണ്ട്, ലഹരി കേസുണ്ട്, അതോടൊപ്പം തന്നെ ഭവനഭേദനമുണ്ട്, അതോടൊപ്പം തന്നെ മോഷണക്കുറ്റമുണ്ട് എന്നാണ്. മോഷണം ഉണ്ട് എന്നാണ് ഇപ്പം ഓൻ പറഞ്ഞു. ഓൻ തന്നെ പറഞ്ഞു കേട്ടത്. ഞാൻ പോലീസുകാരോട് പറഞ്ഞതാണ്. വണ്ടി കേസ്, പോക്സോ കേസ് അടക്കം നിരവധി കേസുകളാണ് ആ വ്യക്തിയുടെ പേരിലുള്ളത്. പിന്നെ അവൻക്ക് എന്തിനാണ് ജാമ്യം നൽകിയിട്ടുള്ളത്? ഇനിയും വലിയ വലിയ ക്രൈംസ് ചെയ്യാൻ വേണ്ടിയോ? ഇത് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് ചോദിക്കുന്നതാണ്. ഇതുപോലത്തുള്ള ക്രിമിനൽസിന് എന്തിനാണ് നിങ്ങൾ ജാമ്യം കൊടുക്കുന്നത്? അടുത്ത ക്രൈം ചെയ്യാനോ? അവൻ അടുത്ത വലിയൊരു ക്രൈം ചെയ്യാൻ ഉള്ള ഉദ്ദേശമായിരുന്നു, എന്നാൽ അത് പൊളിഞ്ഞു. അതിനു മുൻപായി ഇവൻക്ക് എത്രത്തോളം ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് ഈ അമ്മ പറയുന്നത് കേൾക്കാം. അത് ഇങ്ങനെ തന്നെ മൂന്നാള്, ഒരു ലൈസൻസും ഇല്ല, ഹെൽമെറ്റും ഒന്നും ഇല്ലാതെ 3 ആള് ഒരു വണ്ടീൻ്റെ മുകളിൽ എലത്തൂരിന്ന് പാസ് ചെയ്തതാണ് ടൗൺ ഭാഗത്തേക്ക്. അപ്പം പുതിയ നേരത്തിൻ്റെ പുറത്തുനിന്ന് വെച്ചിട്ടാണ് ആക്സിഡൻ്റ് ആയത്. അത് ഏതോ വണ്ടീനെ പാസ് ചെയ്തപ്പോൾ കണ്ണൂർ ബസ്സിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതോ, ലോറീൻ്റെ ഉള്ളിൽ കുടുങ്ങിയതാ. ലഹരി ഉണ്ടായിരുന്നു, നല്ല ലഹരിയിലായിരുന്നു. ഇവന് വേദനയൊന്നും ഇവനെ അറിയുന്നില്ലായിരുന്നു. ഇവനും ഇല്ല, ഇവൻ്റെ കൂടെ ഉള്ളവർക്കും ഇല്ല. വയറൊക്കെ പൊട്ടി കുടൽ പുറത്ത് ചാടിയിട്ടും ആ ചെക്കനും വേദന ഇല്ല. ഇവൻ്റെ കാല് പൊട്ടി മുഖമൊക്കെ ഇവിടെ പൊട്ടി തൂങ്ങിയിട്ടും ഇവനും വേദന ഇല്ല. അത്രത്തോളം ലഹരിക്ക് അടിമയായിരുന്നു. അതായത് ലഹരി ഉപയോഗിച്ചതിന് ശേഷം വണ്ടിയിൽ പോവുകയും ആക്സിഡന്റ് ആവുകയും ചെയ്തു. പക്ഷെങ്കിൽ ആ വേദന ഒന്നും അവർ അറിയുന്നില്ല. അത്രയും നന്നായിട്ടുള്ള ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ട ഇവരുടെ മകൻ എന്ന് പറയുന്നത്. ഇനി ഈ അമ്മ ഒരു മെസ്സേജും കൂടി നമുക്ക് എല്ലാവർക്കും തരുന്നുണ്ട്. അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവൻ കൊടുക്കുന്ന മിഠായി പോലും സംശയമായിട്ടാണ് കൊടുക്കാറ്. അതായത് അവിടെ ഒരു കുട്ടിയുണ്ട്, സഹോദരിയുടെ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇവൻ മിഠായി വാങ്ങിച്ചു കൊടുത്താൽ തന്നെ നമ്മളത് കൊടുക്കാറില്ല എന്നാണ്. ചെറിയ മോന്
മോളെ കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് 2 മിഠായി കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ കാണാത്ത മിഠായിയാണ്, ഞാൻ പൊളിച്ച് നോക്കി എന്താ സാധനം എന്ന്. പകുതി ഞാൻ കടിച്ചു. അപ്പോൾ അവൻ എന്നെ വല്ലാതെ ഷൗട്ട് ചെയ്ത് അടിക്കാനൊക്കെ വന്ന് ഇങ്ങനെ വളരെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ, ബഹളവും എടുത്തെറിയലും ഒക്കെ, തോന്നിയാസൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ അവനോട് പറഞ്ഞ് ഞാൻ നോക്കൂ, എന്താ വെച്ചാൽ മിഠായി കൊടുത്തിട്ടാണല്ലോ ചെറിയ, അപ്പോൾ അല്ലെങ്കിൽ തന്നെ അവനോട് പറയും എന്നെപ്പോലെ തന്നെ എന്നെയും ഞാൻ ആക്കൂ, നീ ചെറിയ കുട്ടീനോട് അവൻ പറയും. നമ്മുടെ സമൂഹത്തിന് വലിയൊരു മെസ്സേജാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതായത് സ്വന്തം ബന്ധുക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു കാര്യം. കാരണം കാണാത്തൊരു മിഠായി ആയതുകൊണ്ട് അവരത് പൊളിച്ചു നോക്കി. നമുക്കറിയാം, കുട്ടികൾക്ക് അധികവും ഇപ്പോൾ മിഠായിലൂടെയാണ് ഈ ഒരു ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഠായി കൊടുക്കുന്നത് ആരായിരുന്നാലും ശരി, ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പോലും അത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വാങ്ങി വെച്ച് പിന്നീട് കൊടുക്കാം എന്നൊരു രീതിയിൽ അത് മാറ്റിവെച്ച് അവരെയും മുഷിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇവന്റെ സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് അമ്മ ചെയ്ത വലിയൊരു തെറ്റാണ്. കാരണം ഈ ഒരു കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. കേട്ടു നോക്കാം. ഉപദ്രവിച്ചിട്ടുണ്ട്. അതിന് ഈ തൊട്ട് മുന്നിലത്തെ വീട്ടിലത്തെ ഒരു വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് അവൾ തൂങ്ങി കഴുത്ത് കുടുങ്ങിയിടത്തുനിന്ന് ഒരു എടുത്ത് പൊന്തിച്ചതാ. ഇത് പോലീസിനെ അറിയിച്ചിരുന്നു? ഇല്ല, പോലീസിനെ അറിയിച്ചില്ല. എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ അറിയിച്ചാണെങ്കിൽ ഓനെ അകത്ത് പോവും. കാരണം ഗർഭിണിയായ 7 മാസം ഗർഭിണിയായ മോളാണ്. അപ്പോൾ അന്ന് എന്നിട്ട് ശരിക്കും അവളെ ചവിട്ടിയതാ വയറിന്. അവളെ വയറിന് ചവിട്ടിയത് ഞാൻ നടുവിലേക്ക് ചാടി വീണതുകൊണ്ട് എനിക്കാണ് കിട്ടിയത്. അപ്പം ഞാൻ ബ്ലീഡിങ് ബ്ലഡ് ഇങ്ങനെ പോവുക, കാലിൻ്റെ മുകളിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒലിക്കുമ്പോൾ ഞാൻ ആ സോഫയിൽ ഇരിക്കുക. ആ ബ്ലഡ് ഒലിച്ചത് കണ്ടിട്ടാണ് ഇവളകത്ത് കയറി വാതിലടച്ചത്. ഇവളകത്ത് കയറി വാതിലടച്ചിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ അവളെ ശ്രദ്ധിക്കുന്നില്ല. ഇവളകത്ത് പോയി വാതിലടച്ച്. അപ്പോൾ തൊട്ടപ്പുറത്ത് ആ വീട്ടിലത്തെ ലളിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വന്നിട്ട് നിലയും വിളിയും കേട്ട് ഓടി വന്ന, മിനിയെ എന്താ എൻ്റെ മോളെവിടെയെന്ന് ചോദിച്ചു എന്നോട്. അങ്ങനെ തന്നെ ചോദിച്ചു. അപ്പോൾ ഓരാണ് വാതിൽ നോക്കുക. അപ്പോൾ വാതിൽ കുറ്റിയിട്ട് വെച്ചതാ. അപ്പോൾ ലളിതയെടുത്തിയാണ് ഉറക്കാക്കാരൻ സജീവ ഓടി വാന്ന്, ഈ വീട്ടിൽ സജീവേട്ടനെ ഓടി വന്നത്. മൂപ്പര് ഈ മതിൽ ചാടി വന്ന് നോക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ചതാ. അപ്പോഴേക്കും ഇവള് അവിടെ ഒരു മേശ ഉണ്ട്, ആ മേശ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ആ മേശയിൽ നിന്ന് താഴോട്ട് കുരുക്കിട്ട് ചാടിയപ്പം ഈ ക്യാബിനറ്റാണ്. അപ്പോൾ ഒരു ഡോറ് ഇങ്ങനെ പകുതി തുറന്നു പോയി. ഒരു ഡോറ് ഇങ്ങനെ തുറന്നു, മുടി അത് വേഗം തുറന്നു പോയപ്പോൾ ഇവളെ കാല് ആ ഡോറുമ്പോൾ തട്ടി. അപ്പോൾ ആ തട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുക, മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക അവിടെ. അപ്പോഴാണ് സജീവേട്ടൻ വാതിൽ ചവിട്ടി പൊളിച്ച് അവളെ എടുത്ത് പൊന്തിച്ച് മൂപ്പര് കഴിച്ചെടുത്ത് അല്ല അറുത്തെടുത്തു എന്തോ ചെയ്ത്. ഗർഭിണിയായിട്ടുള്ള സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ ആ ഒരു പാപം, ഞാനൊന്നും ചെയ്തിട്ടില്ല, കള്ളക്കേസാണെന്ന് പറഞ്ഞ വ്യക്തി. എന്നാൽ ഈ ഒരു കേസ് ഇതുവരെ ഫയൽ ചെയ്തിട്ടില്ല, രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം അമ്മയോ ആരും ഈ ഒരു കേസ് അല്ലെങ്കിൽ ഈ കാര്യത്തെ പറ്റി പുറത്തു പറഞ്ഞില്ല. കാരണം ഇവനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഭയന്നിട്ട്. അവസാനം ഗതികെട്ട് അമ്മ ഒരു തീരുമാനത്തിലെത്തി, ഈ മകനെ എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടു നോക്കാം. ഇന്നലെ രാത്രിയായി കറക്റ്റായിട്ടും പറഞ്ഞ് 4 കൊല്ലുന്നു. 4 ഉദ്ദേശിച്ചത് അടുത്ത മാസം എൻ്റെ മോള് വരും ഗൾഫിൽ നിന്ന്. അപ്പോൾ ഓളും കൂടി വന്നിട്ട് അച്ഛനെ ഇനി കുട്ടീനെയും ഓളെയും കൂടി 4 കൊന്നിട്ട് ഓൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഉറപ്പിച്ച് ഓൻ്റെ ആ വാക്കിലുള്ള ഉറപ്പാണ് എന്നെ പേടിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പേടി, ഇനി ഞാൻ അവനോടുള്ള വിവരം മറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൽ വലുതെന്തെങ്കിലും വീട്ടിൽ സംഭവിക്കുമോ, അനർത്ഥങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചത്. എന്നുവെച്ചാൽ ഇതിന് മുമ്പ് തന്നെ എലത്തൂർ പോലീസൊക്കെ വന്നിട്ട് 3 പ്രാവശ്യം വന്നിട്ട് 3 ആൾ SI-മാരെ നമ്പർ, അടുത്ത പോലീസിൻ്റെ നമ്പറൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി വന്നാലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അവരെ വിളിച്ചറിയിക്കണം, അങ്ങനെ വാറണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ എൻ്റെ മോനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ മറച്ചു വെച്ച്, അതിൻ്റെ അടുത്ത് വന്ന തെറ്റാ, ഞാൻ മറച്ചു വെച്ച് ഇവൻ നന്നാവും, പ്രശ്നമൊന്നും ഇല്ലാക്കാതിരിക്കല്ലേ എന്നുള്ളതിൽ. അപ്പോൾ പിന്നെ ഇന്നലെ എനിക്ക് മനസ്സിലായി ഇനി ഓൻ എന്തൊക്കെയോ കരുതി കൂട്ടിയാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ കൊല്ലുന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അമ്മനെ കൊന്ന് അച്ഛനെ കൊന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തൊരു കുട്ടിയും കൂടി അല്ലേ ഇതിൽ ഇരയാവുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വേഗം പോലീസിനെ വിളിച്ചത്. ഇതാണ് എല്ലാ രക്ഷിതാക്കളുടെയും ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് ചെയ്താലും എന്തൊക്കെ ഉപദ്രവിച്ചാലും ശരി, മകനല്ലേ ശരിയാകും എന്നൊരു തോന്നൽ. ഈ തോന്നൽ കാരണം തന്നെയാണ് ഒരുപാട് പാരൻസിനെ ഈ കുട്ടികൾ കൊല്ലുന്നതും നമ്മൾ ന്യൂസസിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലത്തെ ഒരു ന്യൂസ് ആയിട്ട് ഇത് മാറാതിരുന്നത് ഭാഗ്യം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത്ര തന്നെ. കാരണം ഈ ഒരു കാര്യം കേട്ടതിന് ശേഷമാണ്, അതായത് കൊല്ലുമെന്ന് ഉറപ്പായതിനു ശേഷമാണ് ഈ ഒരു അമ്മ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതും പോലീസ് വന്നിട്ട് ഈ ഒരു മകനെ അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നതും. ഈ മകൻ കൊല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കുടുംബം തന്നെ നശിച്ചു തന്നെ, അവൻ എല്ലാവരെയും കൊന്നു തന്നെ. എന്തോ ഭാഗ്യം എന്ന് പറയാം. ഇതൊരു പാഠമാക്കി എല്ലാവരും എടുക്കുക. കാരണം നമുക്കറിയാം, രക്ഷിതാക്കൾ എന്ന് പറയുന്നത്
അവരുടെ കുട്ടികളെ എൻ്റെ മകനല്ലേ ശരിയാവുമെന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ്. ഈ അമ്മ പറഞ്ഞതുപോലെ ഈ അമ്മ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഈ അമ്മ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അവസാനം പറഞ്ഞ കാര്യം മറച്ചു വെക്കാത്തത് കൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിതാക്കളും ഇതൊരു പാഠമാക്കി എടുക്കുക. മക്കൾ, അത് മകനാവട്ടെ മകളാവട്ടെ, ഉപദ്രവിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുക. അവരെ പോലീസിന് കൈമാറുകയും ചെയ്യുക. ഇല്ലെങ്കിൽ വലിയ അനർത്ഥങ്ങളാണ് സംഭവിക്കുക. ആ കാര്യം ഓർമ്മയിലിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. And thanks for watching me and stay tuned for another video. Okay, thank you.